രാജ്യ തലസ്ഥാനത്ത് ആം ആദ്മി ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ അത് സ്വാതി മലിവാളിന്റെ വിഷയത്തിൽ മാത്രമല്ല, നിരന്തരമായി മോദി സർക്കാർ, കേന്ദ്ര സർക്കാർ ആം ആദ്മിയെ കോർണർ ചെയ്യുന്നു, ആം ആദ്മിയെ ലക്ഷ്യം വെച്ച് നീങ്ങുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അദ്ദേഹം അവിടെ ഉന്നയിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ പൊളിറ്റിക്കൽ കൂടിയാണ്. അവിടെയാണ് ഈ സ്വാതി മലിവാളിന്റെ വിഷയം വരിക കൂടി ചെയ്യുന്നത്. ഈ രണ്ട് തരത്തിൽ BJP വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുണ്ടല്ലോ. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇരയാക്കപ്പെടുന്നവർ അല്ലെങ്കിൽ ആരോപണ വിധേയർ BJP ആകുമ്പോൾ മൗനം പാലിക്കുകയും മറിച്ചാകുമ്പോൾ വളരെ ഉത്സാഹത്തോടെ ഇറങ്ങുകയും ചെയ്യുന്ന നിലപാട്, അതിൽ എത്രമാത്രം വിശ്വാസ്യതയുണ്ട്? ഇതിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നരേന്ദ്രമോദി ഗവൺമെൻറ് അനുവർത്തിക്കുന്ന നീതിന്യായ വ്യവസ്ഥയോടുള്ള സമീപനം വളരെ വളരെ വ്യക്തമാണ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, EDയും അതുപോലെ CBIയും അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചിരിക്കുന്ന 34ഓളം കേസുകളിൽ നേരത്തെ കോൺഗ്രസ് ആയിരുന്ന ആളുകൾക്കെതിരെയുള്ള അന്വേഷണങ്ങൾ അവർ BJPയിലേക്ക് മാറിയപ്പോൾ എങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടത് എന്നുള്ളത് കണ്ടു. അവർക്കെതിരെ കേസില്ലാതാവുന്നു BJP ആകുമ്പോൾ. ഇത് നീതിക്ക് മുമ്പിൽ എല്ലാ പാർട്ടിയിൽപ്പെട്ട ആളുകളും തുല്യരാണ് എന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണോ കാണാൻ വേണ്ടി കഴിയുക? അതോടൊപ്പം നിങ്ങൾ കാണാൻ വേണ്ടി കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചതിന് ശേഷം എത്ര തവണയാണ് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനം നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ വർഗീയതയെ വളരെ ഗൗരവമായ നിലക്ക് തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനത്തിൽ തങ്ങൾക്ക് അനുകൂലമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചിത്രം സാർവത്രികമായിട്ട് കാണാൻ വേണ്ടി കഴിയുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നരേന്ദ്രമോദിക്ക് ഒരു നോട്ടീസ് പോലും അയക്കാൻ സന്നദ്ധമാകുന്നില്ല എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഇത് ഏതെങ്കിലും ഒരു മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല. ഇവിടെ BJPക്ക് ഒരു നീതി, BJP എതിർക്കുന്നവർക്ക് മറ്റൊരു നീതി. ഇതാണ് ഈ രാജ്യത്തിനകത്ത് നടപ്പാക്കപ്പെടുന്ന കാര്യം. ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഇവിടെ ഇന്ത്യ സഖ്യം നേരത്തെ തന്നെ പ്രസിഡന്റിനെ കണ്ടിട്ട് ഒരു നിവേദനം കൊടുത്തു. അതിൽ പറയുന്ന കാര്യം എന്താ? നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള സന്ദർഭത്തിൽ അവർ CBIയും EDയും എടുത്തിരിക്കുന്ന കേസുകളിൽ 97% കേസുകൾ അത് പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് ആരംഭിച്ചതിന് ശേഷം ഇവിടെ വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിച്ചു. ഈ പറയുന്ന പ്രതിപക്ഷമാകെ എന്തായിരുന്നു ആക്ഷേപം? ഇവിടെ നീതിന്യായ വ്യവസ്ഥയെ പരിപൂർണമായിട്ട് BJP സ്വന്തം രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഈ ആക്ഷേപം ഉന്നയിക്കാനാണല്ലോ ഈ പറയുന്ന പ്രതിപക്ഷം വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിച്ചത്. അപ്പോൾ എത്രമാത്രം ലജ്ജാലേശമന്യാണ് നീതിന്യായ വ്യവസ്ഥയെ തങ്ങളുടെ രാഷ്ട്രീയ ചട്ടുകമായിട്ട് നരേന്ദ്രമോദി ഗവൺമെൻറ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കാണുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, കെജ്രിവാളിൻ്റെ അറസ്റ്റിനകത്ത് അത് വളരെ കൃത്യമാണ്. അതുപോലെ തന്നെ ഇവിടെ കെജ്രിവാളിനെ ഒരു കാരണവശാലും വിട്ടയക്കാതിരിക്കാനുള്ള നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുകയും നീതിന്യായ വ്യവസ്ഥയെ കൊണ്ട് അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നത് അതിൻ്റെ ഭാഗമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ BJPക്കെതിരാണെങ്കിൽ ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല എന്നുള്ളത് അതിൻ്റെ ഭാഗമാണ്. ഇപ്പം നരേന്ദ്രമോദിക്കെതിരെ വാരാണസിയിൽ മത്സരിക്കുന്ന 33 സ്ഥാനാർത്ഥികളെ അവർ തള്ളിക്കളഞ്ഞിരിക്കുന്നു അവിടുത്തെ ഭരണാധികാരി. അപ്പോൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ തങ്ങളുടെ രാഷ്ട്രീയ ഉപകരണമാക്കി മാറ്റുന്നത് നമ്മൾ കാണുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രൂപീകരണത്തിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന നിർദ്ദേശമെല്ലാം പൂർണ്ണമായി ലംഘിക്കാനാണല്ലോ കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഒരു പുതിയ നിയമം കൊണ്ടുവന്നത്, എന്നിട്ട് സ്വന്തം ഇഷ്ടമനുസരിച്ച് കമ്മീഷന്മാർ നിശ്ചയിച്ചത്. അപ്പോൾ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് ബാധകമല്ല. അവർക്ക് അനുകൂലമാണെങ്കിൽ നിയമവ്യവസ്ഥ ബാധകമാകും, അവർക്ക് പ്രതികൂലമാണെങ്കിൽ അത് ബാധകമാവില്ല. ഇത് തന്നെയാണ് സ്ത്രീപീഡനത്തിൻ്റെ വിഷയത്തിൽ. ഇപ്പം നേരത്തെ ഈ ലോകമാകെ, ഇന്ത്യ മാത്രമല്ല ലോകമാകെ ഇന്ത്യയുടെ അഭിമാന താരങ്ങളെ ഇവിടെ BJPയുടെ ഒരു MP പീഡിപ്പിച്ചതുമായി ഒന്നും രണ്ടും പേരെയല്ല നിരവധി പേര് പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ നിലക്കുള്ള ആക്ഷേപ തെളിവ് ഉന്നയിച്ചു. പക്ഷെ എന്താ അവർ സ്വീകരിച്ച നിലപാട്? അദ്ദേഹത്തിനെതിരെ അന്വേഷണമില്ല. ഒരുപാട് മാസങ്ങളായിട്ട് അന്വേഷണമേ ഉണ്ടായില്ലല്ലോ. അവർ അതിശക്തമത്തായ സമരവുമായിട്ട് മുന്നോട്ടേക്ക് വന്നു. ഡൽഹിയിൽ രാജ്യത്താകെ വലിയ നിലക്കുള്ള പിന്തുണയുണ്ടായതിന് അത് കണ്ടുവന്ന് കൂട്ടാക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി സന്നദ്ധമായോ? ഇല്ലല്ലോ. പിന്നെ ഈ രാജ്യത്തിന് അഭിമാനങ്ങളായിട്ടുള്ള ഈ താരങ്ങൾ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മെഡലുകളും അതുപോലെ അവാർഡുകളുമെല്ലാം നിരസിക്കാൻ വേണ്ടി പോലും മുന്നോട്ടേക്ക് വന്നു. എന്താ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച നിലപാട്? കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച നിലപാട് ഈ പിന്നീടും ഇദ്ദേഹത്തെ സംരക്ഷിക്കാനാണ്. ഇപ്പോഴാവട്ടെ ഒരു കാരണവശാലും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാനാവില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകന് സ്ഥാനാർത്ഥിത്വം നൽകുകയാണ്. ഇവിടെ എന്ത് കേസായാലും വിടില്ല. ലൈംഗിക കേസാവട്ടെ, അതുപോലെ ധനകാര്യ കേസാവട്ടെ, ക്രിമിനൽ കേസാവട്ടെ, അവയെല്ലാം എങ്ങനെയാണ് പ്രതിപക്ഷത്തിനെതിരെ ഉണ്ടാക്കാനാവുക? ഇതാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്ന പരീക്ഷണം. ഇപ്പോൾ കേരളം അതിന് ഏറ്റവും കൃത്യമായ നിലക്ക് നമ്മൾ അനുഭവിച്ച ഒരു നാടാണല്ലോ. ഇവിടെ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇവിടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ചില പ്രത്യേക വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടെ കേരളത്തിലെ സഹകരണ മേഖല, അതുപോലെ കേരളത്തിലുള്ള മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട വിഷയം നിർലജ്ജമായിട്ട് അത്തരം കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പ്രതിപക്ഷത്തെ വേട്ടയാടാൻ വേണ്ടി കഴിയുമോ അതാണല്ലോ ശ്രമിക്കുന്നത്.
ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചതിന് ശേഷമാണല്ലോ മാധ്യമങ്ങളുടെ വായാകെ മൂടിക്കെട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു നിയമം തന്നെ കൊണ്ടുവരാൻ അതിന് ഉത്തരവിറക്കാൻ ഗവൺമെൻറ് മുന്നോട്ടേക്ക് വന്നത്. പക്ഷേ കോടതി തള്ളിക്കളയാൻ വേണ്ടി തയ്യാറായി. ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും ഇതിനിടയിലാണല്ലോ കെജ്രിവാളിന് ജാമ്യം കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. തങ്ങൾ വലിയ നിലക്ക് ആക്ഷേപിച്ചിട്ടുള്ള ന്യൂസ് ക്ലിക്കിൻ്റെ സ്ഥാപകനെ അതിന് വിട്ടയക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു കോടതി. അപ്പോൾ കോടതി പോലും ഇടപെട്ടാലും ഇവിടെ നീതിന്യായ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ ഗവൺമെൻറ് ഇല്ല എന്നുള്ളത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. അതിൻ്റെ തുടർച്ചയാണ്, അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. അവർക്ക് നീതിന്യായ വ്യവസ്ഥയെ സംരക്ഷിക്കണം എന്നില്ല, നീതിന്യായ വ്യവസ്ഥയെ എങ്ങനെയാണ് തങ്ങൾക്ക് അനുകൂലമായിട്ട് വ്യാഖ്യാനിക്കാനും ഉപയോഗിക്കാനും വേണ്ടി കഴിയുക, ഇതാണ് ഗവൺമെൻറ് പരിശോധിക്കുന്നത്. ഇത് ഈ രാജ്യത്തിലെ പാർലമെൻ്ററി ജനാധിപത്യത്തിന് അപകടകരമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യം മാത്രമല്ല. ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും ലോകത്തിലെ പത്രങ്ങൾ, ഗാർഡിയനെ പോലെയുള്ള, ന്യൂയോർക്ക് ടൈംസിനെ പോലെയുള്ള ലോകത്തിലെ അറിയപ്പെടുന്ന പത്രങ്ങളടക്കം ഇന്ത്യൻ ജനാധിപത്യം അപകടത്തിലാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പറയുകയാണ്. ഗാർഡിയൻ മുഖപ്രസംഗം പോലും എഴുതുകയാണ്. ഒരു കാരണവശാലും മോഡിയെ തിരിച്ച് തിരഞ്ഞെടുക്കാൻ ജനങ്ങൾ തയ്യാറാവരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ നീതിന്യായ വ്യവസ്ഥ വ്യഭിചരിക്കപ്പെട്ട മറ്റൊരു കാലമുണ്ടായിട്ടില്ല. എന്ത് വൃത്തികേടുകൾ കാണിച്ച് പ്രതിപക്ഷത്തെ വേട്ടയാടുക എന്നുള്ളതാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാട്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോഴാവട്ടെ അവർക്ക് ഇന്ത്യയുടെ മുന്നേറ്റം, ഹരിയാനയിലും പഞ്ചാബിലും എല്ലാം കൊണ്ടിരിക്കുന്ന കർഷകരുടെ പ്രതിഷേധം, ഇതെല്ലാം നരേന്ദ്രമോദിക്ക് പ്രതികൂലമായിട്ട് വരുന്നുവെന്ന് കണ്ട് എന്ത് വൃത്തികേടുമാവാം എന്നുള്ള നിലക്കാണ് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തൊരിടത്തും ഒരു പ്രധാനമന്ത്രി ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ നരേന്ദ്രമോദി പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ സമ്പത്താകത്തിന് മുസൽമാൻ്റെ കയ്യിലാണ് എന്ന് പറയാൻ ഒരു പ്രധാനമന്ത്രിക്ക് എങ്ങനെ കഴിയുന്നത്? അപ്പോൾ എന്ത് കാര്യങ്ങൾ ചെയ്തിട്ടും അധികാരം തിരിച്ചു പിടിക്കാനുള്ള ഒരു വെപ്രാളമാണ് യഥാർത്ഥത്തിൽ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ.